നിങ്ങൾ തൊട്ടു നോക്ക്, വിവരം അറിയും. പറയുന്നത് മറ്റാരുമല്ല, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. പതിറ്റാണ്ടുകൾ CPM ഭരിച്ച പെരിന്തൽമണ്ണ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF തൂക്കി. CPMനെ സംബന്ധിച്ച് അവരുടെ ആത്മാഭിമാനത്തിന് മുകളിലേറ്റ തിരിച്ചടിയാണ് പെരിന്തൽമണ്ണയിലെ തോൽവി. ഇതിന് പിന്നാലെ CPM അവിടെ ആക്രമം അഴിച്ചുവിടുകയാണ്. ഇതിന് പിന്നാലെയാണ് CPMന് വി.ഡി. സതീശൻ അന്ത്യശാസനം നൽകിയത്. കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ മുസ്ലിം ലീഗ് ഓഫീസിന് നേരെ കല്ലേറുണ്ടായതിനെ തുടർന്ന് തിങ്കളാഴ്ച UDF ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സതീശൻ കട്ടക്കലിപ്പിലേക്ക് മാറിയത്. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ പ്രഖ്യാപിച്ച ഹർത്താൽ ശക്തമായി മുന്നോട്ട് പോകുന്നതിനിടയ്ക്കാണ് CPMനെ പഞ്ഞിക്കിട്ട് സതീശൻ രംഗത്ത് വന്നത്. ഓഫീസിന് നേരെ കല്ലേറുണ്ടായതിനെ തുടർന്ന് നജീബ് കാന്തപുരം MLAയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയും ചെയ്തു. CPM പ്രവർത്തകർ കല്ലെറിഞ്ഞതായാണ് ലീഗ് ആരോപണം. അതേസമയം ലീഗ് പ്രവർത്തകർ CPM പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ കല്ലെറിഞ്ഞതായി ആരോപിച്ച് CPM നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. രാത്രി 9:30ഓടെയായിരുന്നു സംഭവം. UDF വിജയാഘോഷ പ്രകടനം നടത്തിയതിന് പിന്നാലെയാണ് CPMന് ഹാലിളകിയത്. ഇതിനുള്ള പ്രതിഷേധം അവർ പ്രകടിപ്പിച്ചത് ലീഗ് ഓഫീസായ CH സൗദത്തിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടാണ്. ഇതാണ് സതീശനെ പ്രകോപിപ്പിച്ചത്. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് CPM മേധാവിത്വത്തിൽ നിന്ന് തിരിച്ചുപിടിക്കുന്നത്. അതിലെ അസഹിഷ്ണുതയാണ്, UDF തിരിച്ചുപിടിച്ചതിൻ്റെ അസഹിഷ്ണുതയാണ്. വ്യാപകമായ അക്രമമായിരുന്നു ഇന്നലെ പെരിന്തൽമണ്ണയിൽ. ലീഗ് ഓഫീസ് ആക്രമിക്കുന്ന ഉൾപ്പെടെ. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ ഇതാണ് ചെയ്യുന്നത് CPM. പാനൂരിൽ മുനിസിപ്പാലിറ്റി കിട്ടിയപ്പോൾ പാനൂരിലെ ആക്രമണം, പയ്യന്നൂരിലെ ആക്രമണം, എവിടെയെങ്കിലും ഇവരുടെ ചില ഗ്രാമങ്ങളുണ്ട്, അവിടെ നമ്മൾ നോമിനേഷൻ കൊടുത്താൽ അവരെ ആക്രമണം. എത്ര തരം താണ രീതിയിലാണ്, ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് CPM കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പം അവർക്ക് കയ്യൂക്കുള്ള സ്ഥലത്തെല്ലാം അവർ ഈ വൃത്തിയുടെ അവർ ചെയ്യും. അതല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. കയ്യൂക്കുള്ള സ്ഥലത്തെല്ലാം ഇപ്പോഴും ആ അധികാരവും പോലീസിനെയും ഗുണ്ടകളെയും ക്രിമിനലുകളെ ഉപയോഗിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ നിയോജകമണ്ഡലത്തിൽ ബോംബ് നിർമ്മാണത്തിൻ്റെ ഇടയിൽ ഒരുത്തൻ്റെ കൈയേറ്റുപോയി. അവിടെ പടക്കം ഉണ്ടാക്കിയാന്ന് പറയാം. ക്രിസ്മസിന് പടക്കം കർമ്മടത്ത് പടക്കം ഉണ്ടാക്കിയപ്പോൾ കൈ പോയാന്ന് പറയുന്നത്. മുഖ്യമന്ത്രി തന്നെ ഇതിന് കൂട്ടുനിൽക്കുകയാണ്. ആഭ്യന്തര വകുപ്പിന്റെ പോലീസിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ബോംബ് നിർമ്മാണത്തിന് കൂട്ടുനിൽക്കുകയാണ്. ഞാൻ ആരോപണം ഉന്നയിക്കുകയാണ്. സ്വന്തം നിയോജകമണ്ഡലം, സ്വന്തം ഗ്രാമത്തിൽ ബോംബ് നിർമ്മാണത്തിന് മുഖ്യമന്ത്രി, പോലീസിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി കൂട്ടുനിൽക്കുകയാണ്. അത് കേരളത്തിലെ CPM ക്രിമിനലുകൾ കൊടുക്കുന്ന സന്ദേശം എല്ലായിടത്തും അടിച്ചോളാനാണ് അല്ലേ. തോറ്റു കഴിഞ്ഞപ്പോൾ പെരിന്തൽമണ്ണ തോറ്റ അത്രയേ ഉള്ളൂ. ജനവിധിയാണത്. ആ ജനവിധിക്കെതിരായിട്ടാണ് ആക്രമണം അഴിച്ചുവിടുന്നത്. ലീഗ് ഓഫീസ് ആക്രമിക്കുക, ആക്രമണം അഴിച്ചുവിടുക വ്യാപകമായി. ആരെ ഭയപ്പെടുത്താനാണ് നിങ്ങൾ നോക്കുന്നത്? ഞങ്ങൾ എന്താ പേടിച്ചോടി വീട്ടിൽ പോയിരിക്കുമോ? നിങ്ങളുടെ ഈ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട. ജനങ്ങൾ ശക്തമായൊരു താക്കീത് തരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അത് മറക്കണ്ട. അല്ലെന്ന് അവർക്ക് അസഹിഷ്ണുതയാണ്. തോറ്റത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ്. ഞാൻ പറഞ്ഞത് ഇത് ഇടതുപക്ഷമൊന്നുമല്ല, ഇത് തീവ്ര വലതുപക്ഷമാണ്. ഒരു ഫാസിസ്റ്റ് സമീപനമാണ്. ഇത് ഫാസിസമാണിത് ഈ കാണിക്കുന്നത്. എതിരാളികളെ ഇല്ലാതാക്കുക, ഭയപ്പെടുത്തുക, മനസ്സിലായില്ലേ? കേസെടുക്കുക. പരടി ഗാനത്തിന് കേസെടുത്ത് പോയ ഓടിയ വഴിയിൽ പുല്ലുപോലും മുളച്ചിട്ടില്ല. ഇപ്പോൾ ഭാവിയിലെങ്കിലും പുല്ല് മുളക്കില്ല അവിടെ. ആ ഓടിയ വഴിക്ക്, തിരിച്ചോടിയ വഴിക്ക് പാരടി കാലത്തിന് കേസെടുക്കാൻ പോയ പാർട്ടിയല്ലേ. ഞാൻ പറഞ്ഞല്ലോ, ഇവർ ഇടതുപക്ഷമല്ല, തീവ്ര വലതുപക്ഷമാണ്. ഫാസിസ്റ്റ് നിലപാടാണ്. അതാണ് ചെയ്യേണ്ടത്. എനിക്ക് ഗവൺമെന്റിനോട് പറയാനുള്ളത്, ഇതര സംസ്ഥാന തൊഴിലാളി ആൾക്കൂട്ട കൊലയുണ്ടായി. നമ്മളെല്ലാം അപമാന ഭാരത്താൽ തലകുനിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. മലയാളികളാണ് അത് ചെയ്തത് എന്നതിൻ്റെ നാണക്കേട് നമുക്കുണ്ട്. എൻ്റെ ഉള്ളിലുണ്ട്, അപമാനം ഭാരം നിറയുന്നുണ്ട്. അതുകൊണ്ട് ആ കുടുംബത്തോട് നമ്മൾ നീതി പുലർത്തണം. കുറ്റക്കാരായ ആളുകളെ കർശനമായ അവരെ ശിക്ഷിക്കണം. ആ കുടുംബത്തിന് ധനസഹായം നൽകണം. കുഞ്ഞുകുട്ടികളാണല്ലോ. കേരളമാണ് എന്ന് നമുക്ക് പറയാൻ നമുക്ക് അപമാനകരമായൊരു സംഭവമാണ് ഉണ്ടായി. ഈ ഒരേ അടുത്തടുത്താണ് മധുവിൻ്റെ കൂട്ടക്കൊല ഉണ്ടായതിൻ്റെ സമീപത്താണ് ഇതുപോലൊരു കൂട്ടക്കൊല ഉണ്ടായിരിക്കുന്നത്. ഈ ആൾക്കൂട്ടങ്ങൾ